പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വന്ന മക്കളല്ലേ ഞങ്ങള് അടിപൊളിയായിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, 1 മാർക്കോ 5 മാർക്കോ ഒക്കെ എത്ര മാർക്ക് വേണമെങ്കിൽ നേടാം. ഈ കോൺസെപ്റ്റ് പഠിച്ചോ. ചോദ്യം നോക്കാം. 2^10 പകുതി 2 കൃതിയായിട്ട് ഇതാ. റൈറ്റ് ദ ഹാഫ് ഓഫ് ദ 2^10 പവർ ഓഫ് 2. എന്താ ക്വസ്റ്റ്യൻ മക്കളെ? ഞങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഏത് നമ്പറിന്റെ പകുതി എന്ന് പറഞ്ഞാലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് അർത്ഥം. ഹാഫ് എന്ന് പറഞ്ഞത് എന്തെന്നാ ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2^10 പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് പരിപാടി. അപ്പൊ ഏതോ ഒരു നമ്പർ ഏതാണത്? 2^10 പകുതിയെ 2 കൃതിയായിട്ട് എഴുതാനാ പറഞ്ഞത്, ഹാഫ്. അപ്പൊ 2^10 പകുതി, ദിസ് ഈസ് ദ ഹാഫ് ഓഫ് 2^10. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2 സെയിം സാധനം കണ്ടോ നിങ്ങൾ, ആ സെയിം നമ്പർ എഴുതുക. എന്നിട്ട് ഈ 10 ഉണ്ട് ഇവിടെ, ശരിക്കും ഒരു 1 ഉണ്ടാവും. നമ്മൾ കാണാത്തോണ്ടാണ് എഴുതാത്തോണ്ടാണ് കേട്ടോ, കാണാത്തോണ്ടല്ല എഴുതാത്തോണ്ടാ. എന്നിട്ട് ദേണ്ട ഈ 10 ഈ 1 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതിടാ. ദേ നമ്മുടെ ഉത്തരം 10 - 1. മുകളിൽ എഴുതണേ, മുകളിലുള്ളതിന് താഴത്ത് കുറയ്ക്കുക. അപ്പം 2^9 ഈസ് ദ ആൻസർ. സെറ്റപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിന് ഫീഡ്ബാക്ക് ഇട്ട് പെട്ടെന്ന് ലൈക്കും കൂടെ അടിച്ചു വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ട്, അങ്ങനെയാണെങ്കിൽ 2^100 പകുതി താഴെ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്കിന്റെ കൂടെ നിങ്ങൾ ആൻസർ കമന്റ് ചെയ്തൊക്കെ ഞാൻ വേഗം എന്ത് ചെയ്യാം, നിങ്ങളെ കമന്റ് നോക്കിയിട്ട് വരാം. ബൈ.